PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ഞാനുണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് കേരളം നേരിടുന്ന വലിയ ചില പ്രതിസന്ധി, ജനങ്ങളുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികളും വരാനിരിക്കുന്ന ഗവൺമെന്റിലെ ADGP അജിത് കുമാർ അടക്കമുള്ള ഒരു വലിയ സംഘം, പോലീസിലെ ഒരു വിഭാഗം RSSുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ADGPയുടെയും അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കള്ളക്കടത്ത്, റിദാൻ ബാസിൽ കേസ്, കോഴിക്കോട് നഗരത്തിൽ നിന്ന് പച്ചാപ്പകൽ കാണാതായ മാമി, ഭരണരംഗത്തെ IAS, IFS, IRS തുടങ്ങിയ ലോബിയും കേന്ദ്ര RSS നേതൃത്വവുമായുള്ള ബന്ധം, ഇതായിരുന്നല്ല വിഷയം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ്, പ്രതിഷേധിച്ചാണ് ഞാൻ LDFൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു ഘട്ടത്തിൽ എന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥ പോലും ഉണ്ടായി. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയിരുന്ന ADGP അജിത് കുമാർ തെറ്റിദ്ധരിപ്പിച്ച് ഈ കള്ളക്കടത്തുകാരുടെ പിന്നിൽ PV അൻവറാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ എന്നെ കള്ളനാക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്ക് വന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഘട്ടത്തിൽ മാറി വരുന്നത്. മാറി വന്നതിന് ശേഷം കേരളത്തിലൊരു വലിയ വനനിയമ ഭേദഗതി ബില്ല് വന്നു. ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ, വന്യമൃഗ പ്രശ്നം കേരളത്തിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ ബില്ല് എന്ന് പറയുന്നത് വനനിയമ ഭേദഗതി ബില്ലായിരുന്നു. ആ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതെ നേരിട്ട് ഹാജരാക്കാൻ ഉള്ള അധികാരമില്ല. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരമില്ല. ഒരു പോലീസ് ഫോഴ്സിന്റെ എല്ലാ ശേഷിയും സംസ്ഥാന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള അമെൻമെന്റ് ആയിരുന്നു അതിലൊരു പ്രധാന ഭാഗം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മലയോര മേഖലയാകെ ജനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്നും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളുമാണ്. ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊന്നാൽ അതിന് പ്രതിഷേധിക്കുന്ന മനുഷ്യരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാതെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് നേരിട്ട് റിമാൻഡ് ചെയ്യാനുള്ള എന്താ പറയുക, കാർഡൻ നിയമമായിരുന്നത്. ആ നിയമത്തെ നമ്മൾ എതിർത്തു. ഇന്ന് നമ്മളെ കുടിവെള്ളം തരുന്നത് മുഴുവൻ പുഴകളാണ്. ആ പുഴകൾ ആരംഭിക്കുന്നത് ഒട്ടുമിക്കതും ഫോറസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയായതുകൊണ്ട് ആ പുഴ അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള ആ വെള്ളത്തിന്റെ അവകാശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരുന്നു അതിലെ മറ്റൊരു വലിയ വിഷയം. അത് കൈമാറപ്പെട്ടാൽ നമുക്ക് ഇന്നിപ്പോൾ ഒരാൾക്കും ഒരു തുള്ളി കുടിവെള്ളം എടുക്കാൻ പോലും പുഴയിൽ നിന്ന് സാധിക്കില്ല. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പുഴകളിലെ വെള്ളമാണ്. അതിന്റെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വരും. അതിൽ നിന്ന് ഫോറസ്റ്റിന്റെ NOC വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പോലും റേഷൻ കടയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന അത്രയും ജനവിരുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു. അതിനെ നമ്മൾ ശക്തമായി എതിർത്തു. അതിനെ എതിർക്കുന്നതും ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ട് എന്നും കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞാനാണ് വിളിച്ചു പറയുന്നത്. ആ ബില്ല് പബ്ലിഷ് ചെയ്തില്ല, പത്രത്തിൽ പരസ്യം ചെയ്തില്ല, ജനങ്ങളോടുള്ള അതിനുള്ള പ്രതികരണം തേടിയില്ല. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭ പോലും അറിയാതെ ഒളിച്ചു കടത്തിയ നിയമസഭയിൽ MLA മാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കത്തെ അന്ന് ആ സമരത്തിലൂടെയാണ് ഞാൻ പൊളിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ എത്തുമ്പോഴാണ് DFO ഓഫീസുമായി ബന്ധപ്പെട്ട മണി എന്ന് പറയുന്ന സഹോദരന്, ആദിവാസി സുഹൃത്ത്, അന്നേ ദിവസമാണ് നിലമ്പൂരിൽ ചവിട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ആ സമരത്തിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഒരു ഗ്ലാസും പൊട്ടിയത് 350-550 രൂപയുടെ നഷ്ടമാണ്. അതിന്റെ പേരിൽ വലിയ അക്രമിയായി എന്നെ സ്വീകരിച്ച് രാത്രി 12 മണിക്ക് പോലീസ് ഈ വീട്ടിൽ നിന്നും എന്നെ അറസ്റ്റ് കൊണ്ട് ഈ ജയിലിൽ അടച്ചത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട വിഷയമാണ്.
ജുഡീഷ്യറിയുടെ സത്യസന്ധതയോണ്ടും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്കന്ന് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ മാസങ്ങൾ എന്നെ ജയിലിലിടാനുള്ള പ്ലാനായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു വന്നു. അതിൻ്റെ മുമ്പ് ചേലക്കര തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി. പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു. സെക്കൻഡായി നിന്നിരുന്ന BJP ആണ്. BJPയുടെ കടന്നുവരവ് തടയണമെന്നത് നിർബന്ധമാണ്. ആ നിലക്ക് UDF ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ്, ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം, നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും UDF നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവിടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു. ഞാൻ ആ വോട്ടിന്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്കെന്റെ ഈ നാടിനെ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട്. അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ്. അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലി ആയിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റാവുത്തർ സമുദായം താമസിക്കുന്ന സ്ഥലമാണ്. 4000 കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പിൻവലിച്ചു കൊടുത്തു, പിന്തുണ കൊടുത്തു. ഒറ്റ കാര്യമുള്ളൂ ഞാനന്ന് പറഞ്ഞിരുന്നത്, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ UDF ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം. ഏറ്റതായിരുന്നു. മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മിൻഹാജും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും വിളിച്ച് വലിയ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരല്ല, നമ്മളൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മുന്നോട്ട് പോവുക. BJP അവിടെ അധികാരത്തിൽ വരാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന UDF പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ്. അങ്ങനെ വോട്ടിംഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും. റിസൾട്ട് വന്നതിന് ശേഷം പോലും ഒരു വാക്ക് മിൻഹാജിനോട് പറയാൻ ഒരാളുമുണ്ടായില്ല. അവസാനം മിൻഹാജ് അപമാനിതനായി എൻ്റെ പാർട്ടി വിട്ട് അദ്ദേഹം CPM പോയി ചേർന്ന പ്രവർത്തകർ. അതൊരു ഭാഗം. അത് കഴിഞ്ഞു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. നിരുപാധിക പിന്തുണ കൊടുത്തു നമ്മൾ. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് വർദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇപ്പൊ UDF സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് തന്നെ പത്രസമ്മേളനത്തിൽ, അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിൽ PV അൻവറിന്റെയും പ്രവർത്തകരുടെയും സാന്നിധ്യം ഈ വോട്ട് വർധനക്ക് കാരണമായി എന്ന് പറഞ്ഞാണ്. അവിടെ നമ്മൾ പിന്തുണ കൊടുത്തു. നമ്മളൊരു ബാർഗിങ്ങിനും അതിന്റെ അവകാശവാദത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞ് പനമരം പഞ്ചായത്ത് വയനാട്ടിൽ, ആ പനമരം പഞ്ചായത്തിൽ ബെന്നി എന്ന് പറയുന്ന സ്വതന്ത്രനായ പഞ്ചായത്ത് മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ബെന്നിയുമായി സംസാരിച്ച് ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ആ പഞ്ചായത്ത് മറിച്ച് UDF കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ബെന്നി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. 10ഓളം ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് PV അൻവറിന്റെ നിലപാടാണല്ലോ. നിലപാട് വ്യക്തമാക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. PV അൻവർ വ്യക്തമാക്കിയ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് UDF ഭരണത്തിലായിരുന്നു, LDF ഭരണത്തിലായിരുന്നു. ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് UDF കൈകളിലേക്ക് എത്തിച്ചു. ഇതും നിലപാടല്ല.